ജയസുരൻ സർ, നിമിഷപ്രിയയുടെ മോചനം അതിനി എത്രത്തോളം സാധ്യമാണ് എന്നുള്ളതാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിഫലമാകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ഒപ്പം ഉയർന്നു വരുന്നൊരു ചോദ്യം, കേന്ദ്ര സർക്കാർ എന്തൊക്കെ ഇക്കാര്യത്തിൽ ചെയ്തു എന്നുള്ളതാണ്. ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടുന്ന ഒരു സമയമല്ല. എല്ലാവരും നിമിഷപ്രിയയുടെ കുടുംബം ഉൾപ്പെടെ വളരെ വളരെ പ്രതീക്ഷയോടെ നോക്കുകയാണ്. ഇനിയെങ്കിലും വധശിക്ഷ റദ്ദാക്കലെങ്കിലും, മോചനം നടന്നില്ലെങ്കിലും വധശിക്ഷ റദ്ദാക്കലെങ്കിലും സാധിക്കുമോ എന്ന്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ രാജ്യം മുഴുവൻ ആശങ്കാകുലമാണ്. എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്നതിനെ സംബന്ധിച്ചും മഹാഭൂരിപക്ഷം പേർക്കും അറിവുണ്ടായിരിക്കണം എന്നില്ല. അതുകൊണ്ട് ഞാനതൊന്ന് ചെറുതായി സൂചിപ്പിക്കാം. യമൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ നിലവിലുണ്ട് എങ്കിലും ആ രാജ്യത്ത് ഭരണകൂടമില്ല എന്നുള്ളതാണ് എല്ലാവരെയും കുഴയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സായുധ ഗ്രൂപ്പുകൾ അധികാരം പിടിച്ചടക്കി പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്തെ ഒരു രാജ്യത്തിനും യമൻ എന്ന പ്രദേശത്ത് എംബസികളില്ല, അംബാസഡർമാരില്ല, വിദേശ നയതന്ത്ര ബന്ധങ്ങൾ നിലവിലില്ല. അതിന് കാരണം അവിടെ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഭ്യന്തര യുദ്ധം നടക്കുന്ന യമനിൽ 2014 എന്ന വർഷത്തിലാണ് നിമിഷ പ്രിയ, മുഴുവൻ പേര് നിമിഷ പ്രിയദർശിനി എന്നാണെന്ന് അറിയുന്നു, നിമിഷ പ്രിയയും ഭർത്താവ് ടോമി തോമസും ചേർന്ന് 14 കിടക്കകളുള്ള അൽ അമൽ മെഡിക്കൽ ക്ലിനിക്ക് ആരംഭിക്കുന്നത്. ആ രാജ്യത്തിന്റെ പ്രാദേശിക നിയമപ്രകാരം ഒരു സ്പോൺസർ വേണം എന്തെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ. അവിടെ ഉള്ള ഒരു വ്യവസായിയായ തലാൽ അബ്ദോ മഹദി എന്ന ആളിനെ ഒപ്പം ചേർത്തുകൊണ്ടാണ് 2014 നിമിഷ പ്രിയയും ഭർത്താവ് ടോമി തോമസും ചേർന്ന് അൽ അമൻ മെഡിക്കൽ ക്ലിനിക്ക് ആരംഭിക്കുന്നത്. നിമിഷപ്രിയയുടെ ബിസിനസ് പാർട്ണർ ആയിരുന്ന, അതായത് അവിടുത്തെ സ്പോൺസർ ആയിരുന്ന യമനിലെ വ്യവസായി ആയിട്ടുള്ള തലാൽ അബ്ദോ മെഹദി ഈ ക്ലിനിക്ക് ലാഭകരമായി വരുമാനമുണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് അവരുടെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതാണ് നിമിഷപ്രിയയുടെ പരാതി. നിമിഷപ്രിയ ഈ പരാതി യമനിലെ പോലീസിൽ 2016 പരാതി നൽകി. പക്ഷെ പോലീസ് നിമിഷപ്രിയയ്ക്ക് യാതൊരുവിധ സഹായവും ചെയ്തു കൊടുത്തില്ല. അപ്പോഴേക്കും ആഭ്യന്തര കലാപം ശക്തമായി. യമനിലെ എല്ലാ ഇന്ത്യക്കാരെയും ഇന്ത്യ വിട്ട് പോരണം എന്നുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ നിർദ്ദേശം വന്നു. യാത്ര ചെയ്യുന്നുവെങ്കിൽ, യമനിൽ തങ്ങുന്നുവെങ്കിൽ സ്വന്തം റിസ്ക് പ്രകാരം വേണം. അവിടെ ആഭ്യന്തര കലാപം നടക്കുകയാണ്, അതുകൊണ്ട് സുരക്ഷിതമല്ല, ആ രാജ്യം വിട്ടു പോകണം എന്ന് ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ സമയത്ത് വൻതോതിലുള്ള മുതൽ മുടക്ക് അവിടെ നടത്തുകയും ഈ ക്ലിനിക്ക് വലിയ ലാഭത്തിലാവുകയും ചെയ്തതിനാൽ അത് മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോരാൻ നിമിഷപ്രിയയ്ക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ ആ റിസ്ക് എടുത്തുകൊണ്ട് നിമിഷപ്രിയ യമനിൽ തുടരുകയാണ് ചെയ്തത്. എന്നാൽ ഈ യമൻ പൗരനായിട്ടുള്ള തലാൽ അബ്ദോ മെഹദി കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടും വരുമാനം അദ്ദേഹത്തിന് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിമിഷപ്രിയയെ മാനസികമായും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെടുകയും ഈ തന്റെ സ്വത്ത് തട്ടിയെടുക്കപ്പെടും എന്ന് തോന്നുകയും ചെയ്ത ഒരു സന്ദർഭം ഉണ്ടായി. അതായത് ഈ തലാല് എന്ന് പറയുന്ന വ്യക്തി നിമിഷപ്രിയയുടെ ഭർത്താവാണെന്ന് കൃത്രിമ രേഖയുണ്ടാക്കി സ്ഥാപനം തട്ടിയെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിമിഷപ്രിയ ഇദ്ദേഹത്തിന് മയക്കുമരുന്ന് കുത്തിവെച്ച് കൊന്നു. എന്നിട്ട് പാസ്പോർട്ട് സ്വന്തമാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഈ കൊലപാതകത്തിന് ശേഷം മൃതദേഹം പല കഷണങ്ങളാക്കി മുറിച്ച് ഒരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി പല സ്ഥലങ്ങളിലായി നിക്ഷേപിച്ചു. അങ്ങനെയാണ് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്നൊക്കെയുള്ളത് പിന്നീട് തെളിയുന്നത്. ഈ കുറ്റം അവിടെ ട്രയൽ കോർട്ടിൽ ആദ്യമായിട്ട് എത്തി. അതായത് ശരിയ നിയമപ്രകാരം നടക്കുന്ന യമനിലെ കോടതി സംവിധാനത്തിന് 4 തലങ്ങളാണ് ഉള്ളത്. ഏറ്റവും താഴെ വിചാരണ കോടതി എന്ന ട്രയൽ കോർട്ട്. അവിടെ കേസ് നിമിഷപ്രിയക്കെതിരായി വിധിച്ചു, വധശിക്ഷയാണ് വിധിച്ചത്. അതിനെ തുടർന്ന് അപ്പീൽ കോർട്ടിൽ പോയി. അപ്പീൽ കോർട്ടിൽ വിചാരണ നടന്നുവെങ്കിലും നിമിഷപ്രിയയ്ക്ക് യാതൊരുവിധ ആനുകൂല്യവും ലഭിച്ചില്ല. അവിടെയും വധശിക്ഷ ശരിവെച്ചു. അതിന്റെ മുകളിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ഉണ്ട്.
ഈ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ പോയി എങ്കിലും അവിടെയും ഫലം അത് തന്നെയായിരുന്നു, വധശിക്ഷ ശരിവെച്ചു. ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയുണ്ട്. സുപ്രീം കോടതിയിലും ഈ വധശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത്. ഇതാണ് അവിടുത്തെ സംഭവങ്ങൾ. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജൂലൈ 16-ാം തീയതി വധശിക്ഷ നടപ്പാക്കും എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇക്കാര്യത്തിൽ അവിടുത്തെ നിയമം അനുസരിച്ച് തന്നെ എന്തെങ്കിലും പോംവഴികൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവിധത്തിലും ഇന്ത്യൻ സർക്കാരും അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകളും വ്യക്തികളും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് കോടതിയിൽ വ്യക്തമാക്കുകയുണ്ടായി, ഒരു രാജ്യത്തിനും ഒരു വിധത്തിലും എംബസി തുറക്കാനോ അംബാസഡർമാരെ വെച്ചുകൊണ്ട് ഗവൺമെന്റുമായി ബന്ധപ്പെടാനോ കഴിയാത്ത ഒരു സാമൂഹിക സാഹചര്യം ആഭ്യന്തര യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലാണ് യമൻ. അതുകൊണ്ട് ഗവൺമെന്റിന് അവിടെ ആരോടും ബന്ധപ്പെടാൻ പോലും സാധിക്കുന്ന സാഹചര്യമില്ല. ഇന്ത്യ ഗവൺമെന്റിനൊന്നല്ല, ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധമുള്ള മറ്റ് ഗവൺമെന്റുകൾ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് പോലും ആ രാജ്യത്ത് രാജ്യമോ ഭരണകൂടമോ ഇല്ലാതെ ചിതറിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഇത് അസാധ്യമാണ് എന്നാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഇപ്പൊ യമനിൽ ഇപ്പോഴുള്ള ഭരണകൂടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ പ്രധാനമായിട്ടുള്ളത് PLC, പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്ന താൽക്കാലിക തലസ്ഥാനം, ഏദനിൽ താൽക്കാലിക തലസ്ഥാനമായി 2022 സ്ഥാപിക്കപ്പെട്ട PLC എന്ന് പറയുന്ന ഒരു ഭരണകൂടം യമന്റെ ഏതാനും പ്രദേശങ്ങൾ സ്വന്തമാക്കി വെച്ചുകൊണ്ട് ഭരിക്കുന്നുണ്ട്. അവരെയാണ് അന്താരാഷ്ട്ര സമൂഹം അല്പമെങ്കിലും അംഗീകരിച്ചിട്ടുള്ളത്. പിന്നീട് രണ്ടാമത്തെ അവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് SPC എന്ന് പറയും, സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ. ഹൂത്തി വിമതരുണ്ടാക്കിയിരിക്കുന്ന ഒരു ഭരണകൂടമാണ്. അതിന് ഭരണകൂടം എന്നൊന്നും പറയാൻ പറ്റില്ല, 8 പേരുടെ ഒരു കൗൺസിൽ മാത്രമാണ്. സന എന്ന് പറയുന്ന പട്ടണമാണ് തലസ്ഥാനമായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ഇല്ലാത്ത ഒരു ഭരണകൂടമാണ്, കാരണം വിമതരുടേതായിട്ടുള്ള ഒരു സായുധ ഭരണകൂടമാണ്. ഇവിടെയാണ് നിമിഷപ്രിയ തടവിൽ കിടക്കുന്ന ജയിൽ ഉള്ളത്. ഇതുകൊണ്ട് തീരുന്നില്ല, ചെറിയ ചെറിയ സായുധ ഗ്രൂപ്പുകൾ ഓരോ പ്രദേശങ്ങൾ വളഞ്ഞു വെച്ച് അവിടെയൊക്കെ ഭരണം നടത്തുന്നുണ്ട്. അപ്പോൾ യമൻ എന്ന് പറയുന്ന ചെറിയ രാജ്യത്ത് നിരവധിയായിട്ടുള്ള ഭരണകൂടങ്ങൾ, നിരവധി പ്രദേശങ്ങൾ ആയുധബലം കൊണ്ട് കൈവശം വെച്ച് ഭരണം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഇവർക്കാർക്കും അന്താരാഷ്ട്ര അംഗീകാരമില്ല, എംബസികളില്ല, അംബാസഡർമാരില്ല. അമേരിക്കയോ ചൈനയോ അടക്കം ഒരു രാജ്യത്തിനും അവിടെ ബന്ധപ്പെടാൻ സാധിക്കുന്നുമില്ല. ആഭ്യന്തര യുദ്ധം അത്രമാത്രം കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇതാണ് അവിടെ ഉള്ള ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു പണം കൊടുത്തുകൊണ്ട്, അതായത് വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ഒരു നഷ്ടപരിഹാരം പോലെയുള്ള ഒരു പണം കൊടുത്തുകൊണ്ട് ഈ വധശിക്ഷയിൽ നിന്ന് മാപ്പ് മേടിക്കാനുള്ള ശ്രമവും നടന്നു. ഏതാണ്ട് 8 കോടിയിൽ പരം ഇന്ത്യൻ രൂപ വരും. പണമൊക്കെ സ്വരൂപിച്ചു, പണം കൈമാറാൻ തയ്യാറായി. പക്ഷേ ആ പണം ഏറ്റുവാങ്ങാൻ ഈ കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബം തയ്യാറാവുന്നില്ല. അതിന് കാരണം ഇത് ഒരു പ്രത്യേക ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം, ആ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ്. അങ്ങനെ എന്തെങ്കിലും പണം വാങ്ങിച്ചുകൊണ്ട് ഈ വധശിക്ഷ ഒഴിവാക്കി മാപ്പ് കൊടുത്താൽ അവരുടെ സമൂഹത്തിൽ ഊരുവിലക്കിന് വിധേയമാകും എന്നുള്ളത് കൊണ്ടും, ചിലപ്പോൾ സായുധമായ ആക്രമണത്തിന് ആ കുടുംബം തന്നെ വിധേയമാകും എന്നുള്ളത് കൊണ്ടും, അവർക്ക് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടായിരിക്കാം അവർ ഈ പണം സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അല്ലെങ്കിൽ ആ പണം കൊടുത്ത്, പണം ഒരു പ്രശ്നമല്ല, പണം എത്ര വേണമെങ്കിലും കൊടുക്കാനുള്ള പണമുണ്ട്, പണം സ്വരൂപിച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷെ അവരുടെ കുടുംബം ആ പണം ഏറ്റുവാങ്ങാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഏറ്റുവാങ്ങിയാൽ ആ കുടുംബം തന്നെ ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ട് അവരിത് ഏറ്റുവാങ്ങാൻ ഭയപ്പെടുന്നു. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം. എങ്കിലും ഈ സാഹചര്യത്തിൽ സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലും ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഏതെങ്കിലും ഒരു സായുധ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിധത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി ഈ വധശിക്ഷ നീട്ടിവെക്കുകയും അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള വഴി തുറന്നു കിട്ടുകയും ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നതായിട്ടുള്ള യഥാർത്ഥ ചിത്രം.
യെസ്, എന്തായാലും ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ അവസാന നിമിഷവും കാന്തപുരം ഉൾപ്പെടെയുള്ളവർ പലതരത്തിലുള്ള ചർച്ചകൾ യമനിലെ ഈ അധികൃതരുമായി നടത്തുന്നു. പക്ഷെ അപ്പോഴും കുഴയ്ക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് മണി സ്വീകരിക്കാൻ തലാലിന്റെ കുടുംബം തയ്യാറായാൽ അവർ നേരിടേണ്ടി വരുന്ന അതിന്റെ കോൺസിക്വൻസസ് അവർ ഒത്തിരി ഫേസ് ചെയ്യേണ്ടി വരും. അതിനവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ആരോടാണ് കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തേണ്ടത്? അവിടെ ഒരു സമുദായമാണ് അല്ലെങ്കിൽ ഒരു ട്രൈബൽ വിഭാഗമാണ് നിമിഷപ്രിയയുടെ മോചനവും വധശിക്ഷയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു ഗവൺമെന്റ് ഇല്ല, ഇന്ത്യക്ക് അവിടെ എംബസി ഇല്ല, യമനിലെ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നത് പോലും സൗദിയിലാണെന്നൊക്കെ നമുക്കറിയാം. ഇത്രയേറെ വിഷയങ്ങൾ നിലനിൽക്കുന്നിടത്ത് നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ വധശിക്ഷ റദ്ദാക്കൽ ഏത് വിധത്തിൽ നടക്കും എന്നൊക്കെ പ്രാർത്ഥനയോടെ ഉറ്റുനോക്കുകയാണ് കേരളം. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.